ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ വിജയൻകുട്ടു. ലോട്ടറി ടിക്കറ്റിനെ പറ്റി ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഇതുവരെ ലോട്ടറി ടിക്കറ്റ് ഇന്ന ആൾക്കാർക്ക് അടിക്കുമോ, ഇന്ന നക്ഷത്രക്കാർക്ക് അടിക്കുമോ എന്നുള്ള വീഡിയോ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല, വീഡിയോ എടുത്തിട്ടുമില്ല, അപ്ലോഡ് ചെയ്തിട്ടുമില്ല. ആദ്യമായിട്ടാണ് ഒരു വീഡിയോ എടുക്കുന്നത്. ലോട്ടറി ടിക്കറ്റിനെ പറ്റി, അതായത് ഓണം ബമ്പറാണ് ഞാൻ പറയുന്നത്. ഓണം ബമ്പർ എന്ന് പറയുന്ന സമയത്ത് 25 കോടിയാണ് ഒന്നാം സമ്മാനമായിട്ട് നൽകുന്നത്. 25 കോടി പറയുമ്പോൾ ഒരു നല്ല തുക തന്നെയാണ്. അതിൻ്റെ ഏകദേശം കിഴിവും മറ്റുള്ള കാര്യങ്ങളെല്ലാം കഴിച്ചിട്ട് ഏകദേശം തന്നെ പറയുകയാണെങ്കിൽ അതിൻ്റെ 60% നമ്മുടെ കയ്യിലേക്ക് വരും എന്ന് തന്നെ പറയാം. അപ്പോൾ ഏകദേശം ഒരു 12 കോടിയോളം വരാനുള്ള സാധ്യതയുണ്ട്. അത് ഒരാൾക്ക് സാധാരണക്കാർക്കെല്ലാം കിട്ടുകയാണെങ്കിൽ, സാധാരണക്കാരെന്ന് പറയുമ്പോൾ സാധാരണക്കാർക്ക് കിട്ടുകയാണെങ്കിൽ അതൊരു നിധിയായിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. നിധി എന്ന് പറയുമ്പോൾ അന്ന് കാലത്തായാലും ഇന്ന് കാലത്താണെങ്കിലും ഭൂമിൻ്റെ അടിയിൽ പണ്ട് കാലത്തെല്ലാം കിണർ കുഴിക്കുന്ന സമയത്താണ് നിധി കിട്ടാറുള്ളത്. കിണർ അന്നേക്ക് വെള്ളത്തിന് വേണ്ടി അത്യാവശ്യമായിരുന്നു. അപ്പോൾ കിണർ കുഴിക്കുകയോ അതുപോലെ എന്തെങ്കിലും കുഴികൾ കുഴിക്കുകയോ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളുമാരുള്ള കുളങ്ങൾ കുഴിക്കുമ്പോഴോ എന്നീ സമയത്താണ് നിധി കിട്ടാറുള്ളത്. ആ നിധി കിട്ടുന്നത് അപ്രതീക്ഷിതപരമായിട്ടുള്ള ഭാഗ്യകടാക്ഷത്തിന് ഉടമസ്ഥനാക്കും ആ ഭൂമി ഉടമയെ, അല്ലെങ്കിൽ അത് കണ്ടെത്തുന്ന ആളെ, അല്ലെങ്കിൽ അത് കിട്ടുന്ന ആളെ എന്ന് പറയുന്നത്. അതുപോലെയാണ് ഇവിടെ ബമ്പർ ലോട്ടറി അടിക്കുന്ന ഒരാൾക്ക് 12 കോടി, അതായത് 25 കോടി ബമ്പർ അടിച്ചാൽ 12 കോടി കൈ കിട്ടുകയാണെങ്കിൽ അതൊരു നിധിയാണ്. അതൊരിക്കലും നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ട ഒരു നിധിയായിട്ട് കണക്കാക്കാം. അങ്ങനെ നറുക്കെടുക്കുന്ന ഒരു ബമ്പർ ലോട്ടറി സെപ്റ്റംബർ 27, 2025 സെപ്റ്റംബർ 27 തീയതി എൻ്റെ നറുക്കെടുപ്പ്. അതിൻ്റെ നറുക്കെടുപ്പ് സെപ്റ്റംബർ 27 ഒരു ശനിയാഴ്ച ദിവസമായിട്ടാണ് എടുക്കുന്നത്. ശനിയാഴ്ച ദിവസം ഒരു അനിഴ നക്ഷത്രത്തിലാണ് നറുക്കെടുപ്പ് വരുന്നത്. ശുക്ലപക്ഷ ഷഷ്ടി, അതായത് വെളുത്ത പക്ഷത്തിലത്തെ 6ാമത്തെ ദിവസമാണ് സെപ്റ്റംബർ 27 ശനിയാഴ്ച ദിവസമാണ് നറുക്കെടുപ്പ്. ആ നറുക്കെടുക്കുന്ന സമയത്ത് ഏകദേശം 2 മണിക്കായിരിക്കും മിക്കവാറും നറുക്കെടുപ്പ് നടക്കുക എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അറിയുന്ന സമയത്തും, അതായത് മുഹൂർത്തം അല്ലെങ്കിൽ പറയാം, നമ്മൾ കേൾക്കുന്ന സമയത്തും അറിയുന്ന സമയത്തുമാണ് നമ്മളുടെ അനുഭവം എന്ന് പറയുന്നത്. ലോട്ടറി ഭാഗ്യം, ലോട്ടറി അടിച്ചു എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന സമയം അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന സമയം. ഇപ്പോൾ ഉച്ചയ്ക്ക് 2 മണിക്ക് നറുക്കെടുക്കുന്ന ഇത് ഏകദേശം 3 മണിക്കോ 3:30 അവസാനിക്കുകയായിരിക്കും. കാരണം എന്താ പറഞ്ഞാൽ ഇതിൽ കുറേ പ്രൈസുകളുണ്ട്. അതായത് ഒന്നാം സമ്മാനമായിട്ട് 25 കോടിയും 2ാം സമ്മാനമായിട്ട് 1 കോടി വീതം 20 പേർക്കും, 3ാം സമ്മാനമായിട്ട് 50 ലക്ഷം വീതം 20 പേർക്കും, 5ാം സമ്മാനമായിട്ട് 4ാം സമ്മാനമായിട്ട് 5 ലക്ഷം വീതം 10 പേർക്കും, 5ാം സമ്മാനമായിട്ട് 2 ലക്ഷം വീതം 10 പേർക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ ലക്ഷങ്ങളുടെ ആണ് ഉള്ളത്. അപ്പോൾ ലക്ഷങ്ങൾ കിട്ടുന്നതും ഒരു ഭാഗ്യമായിട്ട് കണക്കാകാം. സാധാരണക്കാർക്ക് ഇപ്പോൾ 2 ലക്ഷം കിട്ടിക്കഴിഞ്ഞ് പറഞ്ഞാൽ 1.5 ലക്ഷം 1.25 ലക്ഷമൊക്കെ കിട്ടുകയുള്ളൂ. അതൊരു വഴിത്തിരിവാണെന്ന് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും ചിലവർ കോടി എടുക്കുന്നവർ എന്തായാലും വലിയ പ്രൈസിനെ പ്രതീക്ഷിച്ചായിരിക്കുന്നു. ഒരു 5000 കിട്ടാൻ വേണ്ടി ആരും കോടി എടുക്കാറില്ല. അതിന് സാധാരണ ലോട്ടറി എടുത്താൽ പോരെ എന്ന് ചിന്തിക്കും. പക്ഷെ ഇവിടെ കോടി അടിക്കുന്നതിൻ്റെ കാര്യമാണ് പറയുന്നത്. കോടി അടിക്കാന്ന് വെച്ച് പറഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ 1 കോടി അടിക്കണം, അല്ലെങ്കിൽ ഫസ്റ്റ് പ്രൈസായിട്ട് 25 കോടി അടിക്കണം, അല്ലെങ്കിൽ 50 ലക്ഷം അടിക്കണം. ചുരുങ്ങിയത് 10 ലക്ഷമെങ്കിലും അടിച്ചാൽ, അല്ലെങ്കിൽ 5 ലക്ഷമെങ്കിലും അടിച്ചാൽ കുറച്ചെങ്കിലും സമ്മാനത്തുക എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയുള്ള നറുക്കെടുപ്പിൽ വിജയിക്കുന്ന ഏകദേശം 20, 40, 10, 51 ആളുകൾക്ക് ഏകദേശം നല്ലൊരു തുക കിട്ടുവാനുള്ള സാധ്യത. 51 ഭാഗ്യശാലികളെ അന്നേക്ക് ഈ നറുക്കെടുപ്പിലൂടെ കേരള ഗവൺമെൻറ് ബമ്പർ ഇറക്കുന്നതും അന്നേക്ക് നറുക്കെടുക്കുന്നതും. അപ്പോൾ ആ സമയത്ത് ആർക്കെല്ലാം ഭാഗ്യം ഉദിച്ചു വരുന്ന നക്ഷത്രക്കാരുണ്ടെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. മകീര നക്ഷത്രക്കാർക്കാണെങ്കിൽ മകീര നക്ഷത്രക്കാർക്കും ലോട്ടറി അടിക്കാനുള്ള ഭാഗ്യം സിദ്ധിക്കുന്നുണ്ട്. അവർ ജനിക്കുന്നത് ചൊവ്വാദശയിലാണ്. ചൊവ്വാദശയിൽ ജനിക്കുമ്പോൾ ചൊവ്വാദശ 7 കൊല്ലമാണ്. അപ്പോൾ ഏത് പാദത്തിലാണ് ജനിക്കുന്നത് എന്നതിന് അടിസ്ഥാനപരമാക്കിയായിരിക്കും 7 കൊല്ലം കിട്ടിയിട്ടുണ്ടോ
5 കൊല്ലം കിട്ടിയിട്ട് അത് 1 കൊല്ലമാണോ എന്നാണ് ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ പകുതി 3.5 വർഷം അല്ലെങ്കിൽ 3 വർഷം കണക്കാക്കുന്നു. 3 വർഷം കണക്കാക്കുന്നു. അപ്പോൾ 3 വയസ്സ് വരെ മകീര നക്ഷത്രക്കാർക്ക് ചൊവ്വാദശയായിരിക്കും. അത് കഴിഞ്ഞു പറഞ്ഞാൽ 18 കൊല്ലം രാഹുദശയാണ്. അപ്പോൾ രാഹുദശ 18 കൂടി കിട്ടി 21 വയസ്സായിരിക്കും രാഹുദശ. 21 വയസ്സിന് ശേഷം 16 കൊല്ലം വ്യാഴദശയാണ്. അപ്പോൾ 21, 10, 31, 6, 37 വയസ്സ് വരയ്ക്കും വ്യാഴദശ കാലം ഇഷ്ടസ്ഥാനങ്ങളിൽ നിൽക്കുന്ന, ഞാൻ പറയുന്ന സ്ഥാനങ്ങളിൽ നിൽക്കണം. 2ാം ഭാവത്തിലോ 5ാം ഭാവത്തിലോ 9ാം ഭാവത്തിലോ 11ാം ഭാവത്തിലോ നിൽക്കുന്ന വ്യാഴം ഉച്ചക്ഷേത്രത്തിലോ സ്വക്ഷേത്രത്തിലോ മൂലക്ഷേത്രത്തിലോ നിൽക്കുകയും അംശവും അതേമാതിരി ബന്ധുക്ഷേത്രത്തിലോ ഉച്ചക്ഷേത്രത്തിലോ സ്വക്ഷേത്രത്തിലോ മൂലക്ഷേത്രത്തിലോ അംശിക്കുകയും ചെയ്യുന്ന പക്ഷം അങ്ങനെ വരുന്ന യോഗത്താൽ തീർച്ചയായിട്ടും ഇവർക്ക് ധനരോഗം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, ലോട്ടറി അടിക്കാനുള്ള സാധ്യതയുണ്ട്, ധനാഗമങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. ഈ ദശാകാലത്ത് ഇവർക്ക് തന്നെ അറിയാം നമ്മുടെ സമയം നല്ലതാണ് എന്നുള്ളത്. അപ്പോൾ ചാരവസാലും കൂടി അവർക്ക് അനുകൂലപരമാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ ചാരവസാൽ എന്ന് പറയുമ്പോൾ ഇടവക്കൂറുകാർക്കാണെങ്കിൽ തീർച്ചയായിട്ടും 2ാം ഭാവത്തിൽ ധനസ്ഥാനത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴമാണ്, ലാഭസ്ഥാനത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനിയാണ്, തീർച്ചയായിട്ടും ഉണ്ടാവും. മകീര നക്ഷത്രക്കാർക്ക് മിഥുനക്കൂറിൽ മകീര നക്ഷത്രം വരും. എന്നിരുന്നാലും അവർക്കും ഇതിനുള്ള യോഗമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ മകീര നക്ഷത്രക്കാർക്കും ഇങ്ങനെയുള്ള യോഗമുണ്ട്. ഈ ദശാകാലങ്ങളിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന സ്ഥാനങ്ങളിൽ നിൽക്കുകയും അതിനുള്ള യോഗം വരികയും നിൽക്കുകയും ചെയ്യുന്ന പക്ഷം അത് ആ ഭാവാധിപൻ കൂടിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കാലയളവിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരകത്വം കൊണ്ട് നോക്കുകയാണെങ്കിൽ വ്യാഴത്തിൻ്റെ കാരകത്വം ധനകാരകത്വമാണ്, ഭാഗ്യകാരകത്വമാണ്, ദൈവാനുഗ്രഹത്തിൻ്റെ കാരകത്വമാണ്. അങ്ങനെയുള്ള സമയത്തും സ്വർണം, നിധി, അതുപോലെ തന്നെ ഈ ലോട്ടറി ഭാഗ്യം, ലോട്ടറി ഒരു നിധി തന്നെയാണെന്ന് കണക്കാക്കാം. അങ്ങനെയുള്ള ഭാഗ്യങ്ങൾ കിട്ടുവാനുള്ള സാധ്യത മകീരം നക്ഷത്രക്കാർക്കും ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ 36 വയസ്സ് 37 വയസ്സ് കഴിഞ്ഞവർക്കാണെങ്കിലോ എന്ന് ചിന്തിക്കും. 37 വയസ്സിന് ശേഷം വരുന്നത് ശനിദശാകാലമാണ്. ശനിദശാകാലത്തിലാണെങ്കിൽ ശനി ഞാൻ പറഞ്ഞിരിക്കുന്ന ഇതേ സ്വഭാവത്തോടു കൂടിയിട്ട്, സ്വഭാവം പറഞ്ഞാൽ ഉച്ചക്ഷേത്രമോ മൂലക്ഷേത്രമോ സ്വക്ഷേത്രമോ ആയിട്ടുള്ള ക്ഷേത്രത്തിൽ നിൽക്കുകയും അതുപോലെ തന്നെ ശത്രുക്ഷേത്രമോ നീചത്തിലോ അംശിക്കാതെ നല്ല ക്ഷേത്രമായിട്ട് അംശിക്കുകയും ചെയ്തു കഴിഞ്ഞു പറഞ്ഞാൽ ഈ യോഗമുണ്ട്. പക്ഷെ 3, 6, 11 ഭാവങ്ങളിൽ ശനി നിൽക്കുന്ന ദശാകാലമാണെങ്കിലാണ് പറയുന്നത്. അതുപോലെ തന്നെ ആ ദശാകാലത്തിൽ ശുക്രന്റെയോ ബുധന്റെയോ അപഹാരകാലത്തിലായിരിക്കും ഇത് സംഭവിക്കുക, ഈ യോഗം സംഭവിക്കുക. അങ്ങനെ യോഗം സംഭവിക്കുകയാണെങ്കിൽ ഈ ബുധനോ ശുക്രനോ സ്വക്ഷേത്രത്തിലോ ഞാൻ പറഞ്ഞിരിക്കുന്ന ഉച്ചക്ഷേത്രത്തിലോ മൂലക്ഷേത്രത്തിലോ നിൽക്കുകയും അതുപോലെ അംശിക്കുകയും ചെയ്യുകയും പണവരാശികളായിട്ടുള്ള 2, 11, 9 ഭാവങ്ങളിൽ 2, 11 ഭാവമാണ് പണവരാശി, ഭാഗ്യസ്ഥാനമാണ് 9ാം ഭാവം. അന്നീ ഭാവങ്ങളിലോ ത്രികോണ സ്ഥാനങ്ങളിലോ നിൽക്കുന്ന ശുക്രന്റെ അപഹാരത്തിലും ബുധന്റെ അപഹാരത്തിലും ഈ അനുഭവയോഗ്യം ഉണ്ടാവും എന്നുള്ളത് തീർച്ചയാണ് മകീര നക്ഷത്രക്കാർക്ക്. അപ്പോൾ മകീര നക്ഷത്രക്കാർക്ക് ഇതുപോലെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതായത് 37 വയസ്സിന് ശേഷവും 49, 37, 47, 57 വയസ്സ് 56 വയസ്സ് വരെയും ശനിദശാകാലമാണ്. അതായത് നേരത്തെ പറഞ്ഞ മാതിരി 3 വർഷം ചൊവ്വാദശ കണക്കാക്കുകയാണെങ്കിൽ 7, 3, 18, 3, 21, 18 വർഷം രാഹുദശ 21, 10, 31, 6, 37 വ്യാഴം 37, 47, 57 ഒന്നും പോയ 56 വയസ്സ് വരെയും വ്യാഴദശ ശനിദശാകാലവും 57 വയസ്സിന് ശേഷം ബുധദശാകാലമാണ്. ബുധദശാകാലത്തും ഈ ലോട്ടറി ഭാഗ്യം അനുഭവിക്കാനുള്ള യോഗമുണ്ട്. 57 വയസ്സിന് ശേഷവും എത്രയോ ആളുകൾക്ക് 60 വയസ്സും 65 വയസ്സിലും കിട്ടിയിട്ടുണ്ട് യോഗം, ലോട്ടറി ഭാഗ്യം. അങ്ങനെ പറയുകയാണെങ്കിൽ 57 വയസ്സിന് ശേഷം ബുധദശാകാലമാണ്. ബുധൻ ഉച്ചക്ഷേത്രമായിട്ടുള്ള കന്നിരാശിയിലോ സ്വക്ഷേത്രമായിട്ടുള്ള മിഥുനൻ രാശിയിലോ ബന്ധുക്ഷേത്രമായിട്ടുള്ള ശുക്രക്ഷേത്രം, ബന്ധുക്ഷേത്രം പറഞ്ഞാൽ ശുക്രക്ഷേത്രവും ശനിക്ഷേത്രവും നല്ല ബന്ധുത്വമാണ്. ആ ക്ഷേത്രത്തിലോ പണവരാശികളായിട്ടുള്ള 2ാം ഭാവത്തിലോ 11ാം ഭാവത്തിലോ ഭാഗ്യസ്ഥാനത്തിലോ ത്രികോണ സ്ഥാനത്തിലോ നിൽക്കുകയും അംശിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇവർക്കും
ഈ വയസ്സിലും ലോട്ടറി അടിക്കാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ മകീര നക്ഷത്രക്കാർക്ക് ഇങ്ങനെ സ്റ്റെപ്പായിട്ട് ഓരോരോ സമയത്തുമുള്ള ഓരോരോ വിവരിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പ്രക്രിയയാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ജാതകം പരിശോധിക്കുന്നവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും അറിയാം, അല്ലെങ്കിൽ ജാതക പരിശോധനയിലൂടെ ഇതിൽ അറിയാൻ പറ്റും എന്നൊക്കെ പറയുന്നത്. പരിശോധിച്ച് അവരുടെ സമയം മനസ്സിലാക്കി ചില ജാതകങ്ങൾ വർക്ക് ചെയ്യാതെ നിൽക്കുന്നുണ്ടാവും, അവനറിയാതെ ചിലപ്പോൾ നല്ല കാലമായിരിക്കും നടന്നുകൊണ്ടിരുന്നത്, അനുഭവത്തിൽ ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. പക്ഷെ അതൊക്കെ ജാതകം പരിശോധിച്ച് ജാതകത്തിൽ നല്ല സ്ഥാനത്ത് ഞാൻ പറഞ്ഞിരിക്കുന്ന സ്ഥാനത്താണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള യോഗമുണ്ട്. പക്ഷെ അതേ സമയത്ത് അങ്ങനെയല്ല, വിപരീതപരമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ജനിച്ച സമയത്തിന് മാറ്റം വരാം. അല്ലാത്ത പക്ഷം നമ്മൾക്ക് എന്തെങ്കിലും കൃത്രിമപരമായിട്ടുള്ള ദോഷങ്ങളുണ്ട് എന്ന് പറയും. അതിന് പ്രശ്നം വെച്ച് നോക്കണം. രാശി പ്രകാരം അവിടെ നിരത്തി പ്രശ്നം വെച്ച് നോക്കാൻ തീർച്ചയായിട്ടും കണ്ടുപിടിക്കാൻ പറ്റും, യാതൊരു സംശയമില്ല. അപ്പോൾ മകീര നക്ഷത്രക്കാർക്കുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. നമസ്കാരം.